നമസ്കാരം. എപ്പോൾ യുദ്ധം അവസാനിക്കുമെന്നുള്ള ഒരൊറ്റ ചോദ്യത്തിലാണ് ലോകം ഇന്ന് ശ്വാസമടക്കി ഉറ്റുനോക്കുന്നത്. എന്നാൽ അതിനുള്ള ശരിയായ ഉത്തരം പുറത്തു വന്നു കഴിഞ്ഞു. ഇറാനുമായുള്ള സൈനിക സംഘർഷത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് ആദ്യമായി വ്യക്തമായ സൂചന നൽകിയെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരായ US സൈനിക നടപടികൾ ഏകദേശം 4 ആഴ്ച വരെ നീണ്ടു നിന്നേക്കാമെന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഈ പ്രസ്താവന അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദികളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സൂക്ഷ്മമായ ഭൂരാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ ഇത്തരം ഒരു സൂചനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വൈരുദ്ധ്യം പുതിയ കാര്യമല്ല. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം ഈ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ നിലയിൽ തന്നെയാണ് ഇന്നുവരെയും മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ആണവായുധ വികസനവുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായ സംഘർഷാവസ്ഥയും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ചർച്ചകളിൽ ഒന്നായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസും മറ്റു സുരക്ഷാ ഏജൻസികളും ഇറാന്റെ പ്രാദേശിക സ്വാധീനം നിയന്ത്രിക്കണമെന്ന നിലപാട് തുടർച്ചയായി പ്രകടിപ്പിച്ചു വന്നിരുന്നു. ഇപ്പോഴത്തെ പ്രസ്താവനയിൽ 4 ആഴ്ചയോളം നീണ്ടു നിൽക്കാവുന്ന സൈനിക നടപടി ഇനിയും തുടരുമെന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അത് എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന ഭയപ്പാടിലേക്ക് ലോകത്തെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. മറിച്ച് പരിമിത ലക്ഷ്യങ്ങളുള്ള ഒരു തന്ത്രപരമായ നീക്കമാണെന്ന സൂചനയും ഇത് മുന്നോട്ട് വെക്കും. സാധാരണ ഒരു രാഷ്ട്രം യുദ്ധത്തിന്റെ ദൈർഘ്യം മുൻകൂട്ടി വ്യക്തമാക്കുന്നത് അപൂർവമാണ്. എന്നാൽ ഈ പ്രസ്താവനയിലൂടെ ട്രംപ് 2 സന്ദേശങ്ങൾ കൈമാറാൻ ശ്രമിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒന്നാമത്, അമേരിക്കയ്ക്ക് വ്യക്തമായ തന്ത്രമുണ്ട് എന്ന സന്ദേശം. രണ്ടാമത്, നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് കടക്കാനുള്ള ഉദ്ദേശമില്ല എന്ന ഉറപ്പ്. പക്ഷെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള യുദ്ധത്തിന് പോലും ലോകത്തിനെ ചുട്ടയിക്കാനുള്ള ശേഷിയുണ്ടെന്ന യാഥാർത്ഥ്യം ഭയപ്പെടുത്തുന്നുമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഭൂരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇറാനെതിരായ ഏതൊരു സൈനിക നടപടിയും പ്രാദേശികമായും ആഗോളമായും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഗൾഫ് മേഖലയിലെ എണ്ണ വിതരണം, കപ്പൽ ഗതാഗത മാർഗങ്ങൾ, പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് എന്നിവയുടെ സുരക്ഷ ലോക സാമ്പത്തിക വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്ന് ഇതിനോടകം തന്നെ യുദ്ധം തെളിയിച്ചു കഴിഞ്ഞു. അതിനാൽ 4 ആഴ്ചയുടെ സൈനിക നടപടി പോലും വിപണികളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാം. ഇതുകൂടാതെ ഇറാൻ പിന്തുണയ്ക്കുന്ന വിവിധ പ്രാദേശിക സായുധ സംഘടനകൾക്കും ഈ സാഹചര്യത്തിൽ പങ്കുവഹിക്കാനാകും. യമൻ, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പ്രത്യാഘാതമായി ഇറാൻ നേരിട്ടോ പരോക്ഷമായോ പ്രതികരണം ഇനിയും ശക്തമാക്കുമോ എന്നതും നിർണായകമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ സംഘർഷം ഒഴിവാക്കണമെന്ന നിലപാടിലാണ്. ഐക്യരാഷ്ട്രസഭയും സമാധാനപരമായ പരിഹാരമാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പരിമിത കാലയളവിൽ സൈനിക നടപടി എന്ന പ്രഖ്യാപനം ചില രാജ്യങ്ങൾക്ക് ആശ്വാസകരമാണെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ ഗതി മുൻകൂട്ടി കണക്കാക്കുക ദുഷ്കരമാണ്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയവും ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ ദേശീയ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത ട്രംപിനുണ്ട്. അതേസമയം ദീർഘകാല യുദ്ധം ജനപ്രിയമല്ല എന്ന തിരിച്ചറിവും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ശക്തമാണ്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ യുദ്ധങ്ങളുടെ അനുഭവങ്ങൾ അമേരിക്കൻ ജനതയെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കിയിട്ടുണ്ട്. അതിനാൽ പരിമിതവും സമയബന്ധിതവുമായ നടപടി എന്ന സന്ദേശം ആഭ്യന്തര പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കമായും വിലയിരുത്തേണ്ടി വരും. എങ്കിലും സൈനിക സംഘർഷങ്ങൾ പലപ്പോഴും അനിശ്ചിതത്വങ്ങളാൽ നിറഞ്ഞതാണ്. 4 ആഴ്ച എന്ന കണക്കുകൂട്ടൽ യഥാർത്ഥത്തിൽ പാലിക്കപ്പെടുമോ എന്നത് നിരവധി ഘടകങ്ങളിലായിരിക്കും ആശ്രയിക്കുക. ഇറാന്റെ പ്രതികരണം, പ്രാദേശിക സഖ്യങ്ങൾ, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്നിവയെല്ലാം നിർണായകമാണ്. ഒരിക്കൽ യുദ്ധം ആരംഭിച്ചാൽ അതിന്റെ ദൈർഘ്യം നിയന്ത്രിക്കുന്നത് എളുപ്പമല്ല എന്നതാണ് ചരിത്രപ്പാഠം. സാമ്പത്തിക മേഖലയിൽ ഇതിന്റെ ആഘാതവും ശ്രദ്ധിക്കേണ്ടതാണ്. എണ്ണവിലയിൽ ഉയർച്ചയുണ്ടാകാനുള്ള സാധ്യതയും ശക്തമാണ്. ആഗോള വിപണികളിൽ ഓഹരി സൂചികകളിൽ ഇടിവുണ്ടാകാം. ഗൾഫ് മേഖലയിലെ സുരക്ഷാ ഭീഷണി, കപ്പൽ ഗതാഗത ചെലവുകൾ വർദ്ധിപ്പിച്ചേക്കാം. ഇതെല്ലാം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായി മാറും. ട്രംപ് നൽകിയ 4 ആഴ്ചയുടെ സൂചന യുദ്ധത്തിന്റെ സമയപരിധിയെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമായും വിലയിരുത്തുന്നുണ്ട്. അത് ഉറപ്പായ പ്രവചനമല്ല, മറിച്ച് ഒരു തന്ത്രപരമായ പ്രഖ്യാപനമാണ് എന്നുള്ള അഭ്യൂഹങ്ങളും ഇതേ സമയം പുറത്തു വരുന്നുണ്ട്. ഇറാനുമായുള്ള സംഘർഷം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നത് നിരവധി അനിശ്ചിത ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. സമാധാനപരമായ നയതന്ത്ര പരിഹാരമാണ് അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നത്. സൈനിക നടപടി ഒരു പരിഹാരമാകുമോ അതോ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളാണ് കൂടുതൽ നിർണ്ണയിക്കുക. ഇത്തരം പ്രസ്താവനകൾ ലോകരാഷ്ട്രീയത്തിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്ന നീക്കങ്ങളാണ് ലോക ജനത ആഗ്രഹിക്കുന്നത്. 4 ആഴ്ച എന്ന കണക്കുകൂട്ടൽ യുദ്ധത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുമെന്ന പ്രതീക്ഷ നൽകുന്നുവെങ്കിലും സമാധാനപരമായ സംഭാഷണങ്ങൾ മാത്രമാണ് ദീർഘകാല സ്ഥിരതയ്ക്ക് വഴിയൊരുക്കുക.